പുരാതന മെസപ്പൊട്ടോമിയയിൽ ആരാധിച്ചിരുന്ന ദേവിയായിരുന്നു ഇഷ്താർ അഥവാ ഇനാന. അവർ സ്നേഹം, സൗന്ദര്യം, യുദ്ധം, കൊടുങ്കാറ്റ് എല്ലാത്തിൻ്റെയും ദേവതയായിരുന്നു. അവളെ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി ഉറുക്കിലുള്ള ആളുകൾ ആരാധിച്ചിരുന്നു. ഇഷ്താർ അവളുടെ സഹോദരി ഇരേഷ്കികൾ ഭരിച്ചിരുന്ന താഴെയുള്ള ലോകത്തേക്ക് പോവാൻ തീരുമാനിച്ചു. പുറപ്പെടും മുമ്പ് തൻ്റെ ദാസിയായ നിൽഷുബിറിനോട് 3 ദിവസം കഴിഞ്ഞും തന്നെ കണ്ടില്ലെങ്കിൽ ദേവന്മാരെ വിളിക്കാൻ ആജ്ഞാപിച്ചിരുന്നു. അധോലോക വാതിലുകൾ തുറന്നു. അവൾ ഓരോ വാതിലുകളായി കടന്നു. ഓരോ വാതിലുകളിലും അവളുടെ ഓരോ ശക്തിയും ഉപേക്ഷിച്ചു. ഒടുവിൽ അവസാന മരണത്തിൻ്റെ വാതിലിൽ അവൾ ഒരിക്കലും തിരിച്ചു വരാനാവാതെ കുടുങ്ങി. ദാസി അവളുടെ രാജ്ഞിക്കായി ദൈവങ്ങളുടെ സഹായത്തിനായി അപേക്ഷിച്ചു. എൻകി മാത്രമായിരുന്നു അവളെ കേട്ടത്. അദ്ദേഹം ജ്ഞാനത്തിൻ്റെ ദേവനായിരുന്നു. കളിമണ്ണിൽ അദ്ദേഹം 2 രൂപങ്ങൾ ഉണ്ടാക്കി. അവരെ ആരും കാണാതെ മരണത്തിൻ്റെ ലോകത്തേക്ക് ജീവജലവുമായി ഇറക്കി. അവർ ആ ജലം ഇനാനയുടെ മൃതദേഹത്തിന് മുകളിൽ ഒഴിച്ചു. അവൾ പുനർജനിച്ചു. സ്നേഹത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ദേവി മരണത്തെയും ജയിച്ചു. ഇനാനയുടെ താഴെയുള്ള ലോകത്തേക്കുള്ള യാത്ര ലോകത്തിലെ ഏറ്റവും പഴയ പുരാണ കഥകളിൽ ഒന്നാണ്. ഇഷ്താറിൻ്റെയും എൻകിയുടെയും കൂടുതൽ കഥകൾ മെയിൻ വീഡിയോയിൽ നമുക്ക് പറയാം.